പുതുപ്രതീക്ഷയോടെ പുത്തൻ ആശയങ്ങളുമായി ബേക്കേഴ്സ് അസോസിയേഷൻ കേരള നോർത്ത് പറവൂരിൽ നടത്തിയ ബേക്ക് മീറ്റ് 2024 പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാത്തര ബേക്കറി മെഷീനറികളുടെ എക്സിബിഷനും നാച്ചുറൽ കളറുകളുടെ സ്റ്റാളുകളും പറവൂർ നിയോജക മണ്ഡലം മെഗാ കൺവെൻഷനിൽ ഒരുക്കിയിരുന്നു. ലോകോത്തര നിലവാരമുള്ള എല്ലാ സ്റ്റാളുകളാണ് ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് ശിവദാസനാണ്. നമ്മുടെ ബേക്കേഴ്സ് ട്രേഡേഴ്സിൻ്റെ ബാക്ക് ബോണായ 34 വർഷത്തെ ബാക്ക് ബോണായ ഈ സ്റ്റാഫുകളെല്ലാവരും ഇവിടെ ഉണ്ട്. കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ. 250 സ്റ്റാഫ് നമുക്കുണ്ട്. അവരെയൊക്കെ കഠിന പ്രയത്നം കൊണ്ടാണ് ബേക്കേഴ്സ് ഗ്രൂപ്പ് തന്നെ ഓരോ ഗ്രോത്ത് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുടനീളം ഈ ബേക്കറി ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്യണം നമ്മളാണ്. മൾട്ടിനാഷണൽ കമ്പനിയുടെ പേരെടുത്ത ഒരുപാട് കമ്പനി പറയാനുണ്ട്. ഏറ്റവും പേരെടുത്ത് പറയാൻ പറ്റിയത് ബൂങ്കെ കമ്പനിയാണ്. ആ കമ്പനിയുടെ C&F കേരളത്തിൽ നമ്മളാണ്. കേരളത്തിലെ ബേക്കറി സംരംഭകരുടെ അത്താണിയും അതിലുപരി സാധാരണക്കാരായ കച്ചവടക്കാരെയും ജീവനക്കാരെയും കാലാനുസൃതം എങ്ങനെ മികവുറ്റവരാക്കാം എന്ന ആശയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രസ്ഥാനമാണ് ബേക്ക്. വലിയൊരു ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ വയനാടൻ ബേക്കറിക്കാർ തളർന്നു പോയപ്പോൾ സ്വന്തം കുടുംബത്തെപ്പോലെ ചേർത്ത് നിർത്തി നിസ്വാർത്ഥ സേവനം വഴി 27 ലക്ഷത്തോളം രൂപ ധനസഹായമായി നൽകാനും ബേക്കിന് സാധിച്ചു. പുതുപ്രതീക്ഷയോടെ പുത്തൻ ആശയങ്ങൾ സ്വരൂപിക്കുന്നതിനായി ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ പറവൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ വഴിക്കുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ബേക്ക് മീറ്റിന്റെ ഉദ്ഘാടനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു. ബേക്ക് 2024 ഇവിടെ ഒരു ജില്ലാ കൺവെൻഷനോട് ഉപമിക്കുന്ന തരത്തിൽ ഇവിടെ സംഘടിപ്പിച്ച അതിന്റെ ഭാരവാഹികളെ എല്ലാവരെയും ഒരു മണ്ഡലം കൺവെൻഷൻ ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ചതിനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാനിവിടെ അർപ്പിക്കുകയാണ്. പറവൂർ മണ്ഡലം പ്രസിഡന്റ് PS ശിവദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എപ്പോഴും ബേക്കറി നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ കുറേ ലൈസൻസുകളുണ്ട്. അതായത് രജിസ്ട്രേഷൻ ലൈസൻസ്, സെൻട്രൽ ലൈസൻസ്, ലേബലിംഗ്, ലാബ് ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, ഹെൽത്ത് കാർഡ്, ആനുവൽ റിട്ടേൺ, അതുപോലെ പെസ്റ്റ് കൺട്രോൾ, അതുപോലെ പോസ്റ്റ് ട്രെയിനിങ്. ഞാൻ ഈ വേദിയിൽ ഇതൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഇന്നിവിടെ സന്നിധിയാണ്. അവരെല്ലാം അറിയണം, ജീവനക്കാർ ഉൾപ്പെടെ നമ്മളിത് അറിയണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ബേക്കറി നടത്തിക്കൊണ്ട് പോകുന്നത്. കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച രീതിയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് P രാജമന്ത്രിയാണ്. സംസ്ഥാന പ്രസിഡന്റ് കിരൺ S പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളിപ്പോ ബേക്കറി സ്റ്റാർട്ട് ചെയ്തിട്ട് 19 കൊല്ലമായി. 19 കൊല്ലം മുമ്പ് ഒരു ബേക്കറിക്കാരൻ്റെ അടുത്ത് ചിരിക്കാനോ വർത്താനം പറയാനോ അവരെ കടയിലേക്ക് പോകുന്നത് തന്നെ വില തപ്പാൻ വേണ്ടി മാത്രമായിരുന്നു. ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് കേരളത്തില് എല്ലാവരും ഒരു മുത്തുമാല പോലെ കോർത്ത് എല്ലാ ബേക്കറിക്കാരെയും കോർത്ത് കൂട്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 10,000-ഓളം മുത്തുകളായിട്ട് മാറിയിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും പുതിയ ട്രെൻഡിലേക്ക് വരാനും പുതിയ രീതികളിലേക്ക് വരാനും സത്യത്തിൽ ബേക്ക് എന്നൊരു അസോസിയേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ കുറെ ബേക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. പറവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് S സ്വാഗതം ആശംസിച്ചു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി കമ്മീഷണർ അനിൽകുമാർ N, ജോൺ വിജയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്, പറവൂർ താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ തരുൺകുമാർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ സീനിയർ മെമ്പേഴ്സിനെ ആദരിച്ചു. എക്സിബിഷൻ സ്റ്റാളിന്റെ ഉദ്ഘാടനം PM ശങ്കരൻ നിർവഹിച്ചു. എല്ലാത്തരം ബേക്കറി മെഷീനറികളുടെ എക്സിബിഷനും നാച്ചുറൽ കളറുകളുടെ സ്റ്റാളുകളുമാണ് കൺവെൻഷനിൽ ഒരുക്കിയിരുന്നത്. പറവൂർ ഫയർ സേഫ്റ്റി ഓഫീസർ സിന്ധ്യ ജോസ്, നിമിഷ ഭാസ്കർ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുഹമ്മദ് ഫൗസീർ, അഡ്വൈസറി ബോർഡ് മെമ്പർ വിജേഷ് വിശ്വനാഥ്, സംസ്ഥാന സെക്രട്ടറി A നൌഷാദ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് VP അബ്ദുൽ സലീം, ജില്ലാ ട്രഷറർ PM ദേവരാജൻ, പറവൂർ മണ്ഡലം സ്മാർട്ട് ടീം സെക്രട്ടറി നോബിൾ ES, ട്രഷറർ KM ഇസ്മായിൽ, സംസ്ഥാന സെക്രട്ടറി ഡോൺ ബേസിൽ കുര്യൻ, വൈസ് ചെയർമാൻ രാജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പറവൂർ.